ഇവനൊരു കുഴപ്പമില്ലാന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? അതന്നെ. നിന്റെ വെപ്രാളം കൊണ്ട് നല്ലൊരു സാരി എടുത്ത് കൊടുക്കാൻ പോലും പറ്റിയില്ല. ഈ മാക്സ് ഇട്ടോണ്ട് ഞാൻ എങ്ങനെ അങ്ങാടി കൂടെ പോവാ? വിനയ, അങ്ങാടിയിലെത്തുമ്പോ വണ്ടി സ്പീഡിൽ പോണട്ടോ. മാക്സിക്ക് എന്താ കുഴപ്പം? രാവിലത്തേക്ക് ബുക്ക് ചെയ്തതല്ലേ, പെട്ടെന്ന് പോരാലോ. എനിക്ക് വന്നിട്ട് ഒരുപാട് പരിപാടി. അതെ, കൺസൾട്ടിങ് സമയം ഇപ്പൊ അല്ല, ഉച്ച കഴിഞ്ഞു. അമ്പടി കള്ളി, സിറ്റി കറങ്ങാനുള്ള പരിപാടി ഒപ്പിച്ചതല്ലേ? ഞാനല്ല, അമ്മയാ പറഞ്ഞത് കൂട്ടിക്കൊണ്ടുപോകാൻ. അത് ശരി. എന്നിട്ട് അമ്മ അങ്ങനെയല്ലല്ലോ രാവിലെ പറഞ്ഞു. അതൊക്കെ അമ്മയുടെ ഒരു നമ്പർ അല്ലേ മോനെ, അല്ലെങ്കിൽ കിട്ടത്തില്ലല്ലോ. വണ്ടി എവിടുന്ന രാവിലെ തന്നെ? ഞാൻ ഇവരിങ്ങോട്ട് ഹോസ്പിറ്റലിൽ വരെ പോയി. സുമതേച്ചി മോനെന്ത് പറ്റിയതാ? രാത്രി എന്തോ കണ്ട് പേടിച്ചതാ. എന്തോ കണ്ടല്ല, അമ്മനെ കണ്ട് പേടിച്ചതാ. രാത്രിയാകുമ്പോ മൊത്തം ദേശം വരും മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. എന്റെ സുമതിയേട്ടത്തി, നിങ്ങളെ കാണാൻ അല്ലെങ്കിൽ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ. പിന്നെ എന്തിനാ ഓരോന്ന് ഭാര്യ ചെക്കനെ പേടിപ്പിക്കാൻ തേക്കുന്നേ? അല്ലടാ അപ്പു. അതന്നെ. പോടാ. ഒരു അത്യാവശ്യത്തിന് പോകുമ്പോ വിജയേട്ടന്റെ വണ്ടി സ്റ്റാർട്ടായില്ല. പിന്നെ വിനയനെ വിളിച്ചു. നീ എപ്പത്തി? ഞാൻ രാവിലെ എത്തി. അതാ വരുന്നു വിജയേട്ടൻ. എന്നാ പിന്നെ ഞാൻ വിടണോ? നിങ്ങള് പോലെ ഇറങ്ങ്. അതല്ല, നിങ്ങൾ എങ്ങോട്ടാ? ടൗണിലേക്ക്. അല്ല, ഡോക്ടറെ കാണാൻ. എന്നാ ഞാൻ പോട്ടെ പ്രദീപേ. എന്നാ നേരം വൈകണ്ട, വേഗം വിട്ടോ. ടാറ്റാ. നിങ്ങളെ കറക്കം കഴിഞ്ഞ എപ്പോഴാ എത്തുക? കറക്കോ? ഈ പോക്ക് കണ്ടാൽ അറിഞ്ഞൂടെ എന്തോ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയാന്ന്. അങ്ങനെയൊന്നും ഇല്ലടാ. എന്തായാലും പണി തുടങ്ങിയിട്ടുണ്ടോ? ഞാൻ വിടാൻ പറഞ്ഞു, ഇങ്ങനെ വിട്ടൂടെ? ബ്രേക്കുണ്ടെന്ന് മനസ്സിലായി. അല്ല, എന്താ പരിപാടി? അല്ല, നമ്മളെ പ്രകാശേട്ടൻ്റെ വീട് പണി തുടങ്ങിക്കണല്ലോ. അപ്പൊ പണിക്കാർ മുങ്ങിക്കണോ നോക്കാൻ വേണ്ടി പോവുക. അത് ശരി. ബ്രേക്കുണ്ട്. അതിനെപ്പോഴെങ്കിലും ഒന്ന് ഓടിച്ചു നോക്കണേ. അല്ല, നിങ്ങളെങ്ങോട്ടാ? കണ്ടറിഞ്ഞൂടെ ഡോക്ടറെ കാണാൻ? ഡോക്ടറെ കാണിക്കാനാ? ഈ റോട്ടിൽ കൂടെ, അതോ ഈ ബുള്ളറ്റുമേ? നന്നായിട്ട്. എൻ്റെ പ്രദീപ്, ഓൾക്കാണെങ്കിൽ ബോധമില്ല, അനക്കെങ്കിലും കുറച്ച് ബോധം വേണ്ടേ? വാസുട്ടിയാറിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടാ വിളിക്കാതിരുന്നു. എൻ്റെ പ്രദീപ മതി. എൻ്റെ കാര്യത്തിലല്ലാണ്ട് നിന്റെ അവളുടെ കാര്യത്തിൽ വല്ല ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ തൊട്ടടുത്തേക്കല്ലേ. അധികം വർത്താനെന്ന് പറയണ്ട. രണ്ടാളും എൻ്റെ വണ്ടി കയറുവേം. എന്റെ ദൈവമേ, ടൗണിലൊന്ന് കറങ്ങാൻ പോകാൻ പോലും സമ്മതിക്കില്ല. ഇപ്പൊ മനസ്സിലായ? പ്രേമിക്കാനാ. അതവന് ശരിക്കറിയാം. അല്ല, കല്യാണം കഴിഞ്ഞ് 4 കൊല്ലായി, പോരാത്തതിന് ഇപ്പൊ എന്നിട്ടാണ് ഇപ്പൊ പ്രേമിക്കാൻ എന്നെ വീട്ടിൽ കൊണ്ടാക്കുക. പോണ്ടേ? നിങ്ങളെ കൂട്ടുകാർ മാത്രം കറങ്ങിയാ മതി. പോട്ടെ. ആ പുതിയ മനസ്സിലിരിക്കട്ടെ മക്കളെ. ടാറ്റാ. ശരിയായിക്കോ.